ഉമ്മൻചാണ്ടി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. തന്നെ മീഡിയയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ പത്രക്കാരോട് പറഞ്ഞത് ഒരു സാധാരണ പത്രസമ്മേളനമായിട്ട് നിങ്ങൾ എടുക്കരുത്, ഇത് ഞാൻ കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് തരിക, അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻസും തരിക, ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിനകത്തെ ഗൗരവം പൂർണ്ണമായും കണ്ടെത്തുന്നതിന് നിങ്ങൾ ശ്രമിക്കണം എന്ന് പറഞ്ഞു. ശ്രീ തങ്കബാലു എത്തി, അദ്ദേഹത്തെ ശ്രീ കെ മുരളീധരനും As I told you, Mr. Thangabalu, former Union Minister, is deputed by the AICC to Kerala as Chief Coordinator to coordinate all the activities in connection with the demonetization. So, അപ്പം ഇങ്ങനെ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തു. ഇത് 31-ാം തീയതി കൊടുത്തതാണ്. ആകെ വന്ന ഒരു റെസ്പോൺസ് BJPയുടെ നേതാവ് ശ്രീ മുരളീധരൻ പറഞ്ഞു, ഈ ആരോപണം AAP ആദ്യം ഉന്നയിച്ചിരുന്നതാണ്, മിസ്റ്റർ ധനകാര്യമന്ത്രി അത് നിഷേധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അത് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഈ AAP ഉന്നയിച്ച ആരോപണം ഇവര് നോട്ടടിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറഞ്ഞതിനകത്ത് നോട്ടടിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അരുൺ ജെയ്റ്റ്ലിയുടെ മറുപടി വളരെ ഗൗരവമുള്ളതാണ്. അത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുണ്ട്. The Finance Minister Arun Jaitley had also rejected AAP's charges, saying his ministry has no dealing with the British company named in the false social media campaign. No dealings with his ministry has no dealings with the British company. ഫിനാൻസ് മിനിസ്ട്രിയുടെ ഡീലിങ്സിനെ കുറിച്ച് ഞാൻ 31-ാം തീയതി ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മേക്കിംഗ് ഇന്ത്യ, പ്രധാനമന്ത്രിയുടെ മേക്കിംഗ് ഇന്ത്യ എന്ന അവരുടെ പ്രോജക്റ്റിൽ ഇവർ സജീവ പങ്കാളിയായി. മേക്കിംഗ് ഇന്ത്യ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് മിനിസ്ട്രിയാണ്. അതിനകത്ത് അവർക്ക് സജീവമായ പങ്കാളിത്തമുണ്ട്. 2, ഞാൻ പറഞ്ഞത് ഈ നോട്ട് അസാധുവായിട്ട് പറയുന്നത് നവംബർ 8-ന് ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.